കൃഷ്ണന്റെ ഇന്ന് ഗോട്ട് റിലീസാണ്, കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. ഇല്ലായിരിക്കും. ഞാൻ അങ്ങനെ പൊതുവെ സിനിമയ്ക്ക് പോകുന്നത് കുറവാണ്. ഓക്കെ, അപ്പൊ ഹരികൃഷ്ണൻ ചെയ്യുന്നുണ്ട് നമ്മോടൊപ്പം. ഹരി, ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് പ്രേക്ഷകർ എന്താണ് പറയുന്നത് കേൾക്കാം ആദ്യം. റൈറ്റ്, തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കണ്ട് മറന്ന പടം തന്നെ, വലിയ മാറ്റമൊന്നും ഒരു പറയാനില്ല. ഓക്കെ, വിജയമായിട്ട് കണ്ടോണ്ടിരിക്കുക. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മാസ് സീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ സ്ഥിരം വിജയവും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ. പ്രതീക്ഷയ്ക്കൊത്തില്ലായിരുന്നു. പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ആസ് എ ഫാൻസിന് ഇഷ്ടപ്പെടാം, അല്ലാണ്ട് പറ്റത്തില്ല. ഇന്റർവ്യൂസിലൊക്കെ വെങ്കട് പ്രഭു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പടമെല്ലാം ആയിരുന്നു, ഓക്കെ ആണോ ചോദിച്ചാണ്. പക്ഷെ ഈ പറയത്തൊക്കെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ വിജയുടെ സ്ഥിരം ക്ലീഷേ കണ്ടു മറന്ന അതേ വിജയ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അവസാന പടം എന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ വന്നു, പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, ആരാന്ന് പറയണ്ട. പക്ഷെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഗൂസ് ബംസ് ആയിട്ട് സീൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങ് ഇറച്ചില്ല, പ്രേക്ഷകർക്കൊട്ട് സെറ്റ് ആയിട്ടില്ല. ഓക്കെ, 50-50. പുലർച്ചെ 4 മണിക്ക് തിയേറ്ററിലെത്തിയ പ്രേക്ഷകരാണ് അല്പം നിരാശ നൽകുന്ന വാക്കുകൾ ആദ്യം കേൾക്കുന്നത്. നമുക്ക് നോക്കാം മറ്റു പ്രേക്ഷകരുടെ പ്രതികരണവും. കിട്ടില്ല, മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഉണ്ട് കൊള്ളാം സത്യം, മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു സിനിമ. വിജയ് നല്ല ഇതായിട്ട് ചെയ്ത്, അത്യാവശ്യം നല്ല VFX എല്ലാം കൊള്ളാം, ക്യാമറ എല്ലാം കൊള്ളാം, നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്, കണ്ട മാറി. എൽദോ, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കിയിട്ടിരുന്നത്. പക്ഷെ ആവറേജ് റിവ്യൂ ആണ് എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നുണ്ട്. ചിലർ അഭിപ്രായം പറയാൻ പോലും മടിക്കാനൊരു സാഹചര്യം വരുന്നുണ്ട്. സാധാരണയായി സിനിമകളിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളുടെ കുത്തൊഴുക്ക് വരാറുണ്ട് സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പക്ഷേ ഇത്തവണ പ്രേക്ഷകർ പ്രതികരിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. കുറെ ട്വിസ്റ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് എൻഡിങ് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. പെർഫോമൻസ് കൊള്ളാം, ലൈക്ക് കുറെ നാൾക്ക് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു മൂവിയാണ്. ബട്ട് എൻഡിങ് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ, പക്ഷെ കണ്ട് ട്രൈ ചെയ്തോളൂ. കുഴപ്പമില്ല. ഫുൾ എക്സ്പെക്ടേഷൻ തന്നെ, നിലക്കുള്ള അടിപൊളിയാണ്, കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. കേട്ടില്ല, ഉണ്ട് വരുന്നുണ്ട്, കേട്ടില്ല. ക്ലൈമാക്സ് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ല ഇത് കേട്ടില്ല. സ്ക്രീൻ പ്ലേ വെങ്കട് പ്രഭുവിന്റെ ഒരു അത്യാവശ്യം വേറെ ലെവല് തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ വേണ്ട, എന്നാലും നോർമൽ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം, പടം കണ്ടോണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചില്ല. ശരി. ഹരി, ഈ പ്രേക്ഷകർ രാവിലെ എത്തിയതാണല്ലോ, പക്ഷേ വേറെ ഒന്ന് പറയാം. വെങ്കട് പ്രഭു കുക്ക് ചെയ്ത കുക്കിംഗ് വെങ്കട് പ്രഭു കുക്കഡ് ഫുൾ കുക്കഡ്. ഹീറോ വിജയ് തന്നെ, വില്ലൻ വിജയ് തന്നെ, അത്രേ ഉള്ളു പടം. അത്ര കാണാം. അണ്ണ മാത്രം വില്ലൻ വിജയ് തന്നെ, ഹീറോ വിജയ് തന്നെ, അത്രേ ഉള്ളു. വിജയ് ഫാൻസ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. എല്ലാ രീതിയിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെക്ടേഷന്റെ അത്ര വന്നില്ലെങ്കിലും എന്നാലും കുറെ റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ്, ഇത് എക്സ്പെക്ടേഷൻസ് അധികം ഇല്ലാതെ സിനിമയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ സംസാരിച്ച ഒരു 5-6 പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ചിലരിലേക്കും കൂടെ പോവാം. ഒന്നുമില്ല പറയാൻ. ഇങ്ങനത്തെ പടം ചെയ്യേണ്ടായിരുന്നു, ഒന്നുമില്ല, വേണ്ട, എനിക്ക് ഒന്നുമില്ല ഏട്ടാ. പ്രതീക്ഷ അതാ കിട്ടിയിട്ടില്ല. ഒന്നുമില്ല. വെങ്കട് പ്രഭുവിന്റെ കരിയർ വേസ്റ്റ് പടം തോന്നുന്നു. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല പടം. പ്രോസസ് ഒക്കെ ഡി ഏജിങ് ഒന്നും കുഴപ്പമില്ല, പടം കഥയുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ.
എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം നല്ല പടം കേട്ടോ. ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. എന്തായാലും വെങ്കട് നല്ല പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പടം. ഓണത്തിന് സൂപ്പർ ആയിരിക്കും. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം ചിലര് വന്ന് വളരെ നെഗറ്റീവ് അഭിപ്രായം പറയുന്നുണ്ട്, ചിലര് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോസിറ്റീവ് പറയുന്നുണ്ട്. ഇത് എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്കിഷ്ടപ്പെട്ടു. ഇതിന് അഭിപ്രായമുള്ളവരുണ്ട്. നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അല്ല, ഒരു ഫാൻസിനെ കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു വിജയ് പടം. എങ്ങനെയുണ്ട്? തിരക്കഥ എങ്ങനെയുണ്ട്? സ്ക്രീൻ പ്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് പറയുന്നതല്ല, മൊത്തത്തിൽ എനിക്കൊരു എന്റർടൈനർ ആയിട്ട് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പ്രതീക്ഷകൾ അധികമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പ്രതീക്ഷ വളരെ അധികമായി തിയേറ്ററിലോട്ട് പോകുന്ന പ്രശ്നമാണ്. എനിക്ക് ഓവർ എക്സ്പെക്ടേഷൻ അല്ല ഞാൻ വന്നത്, അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. സാറ്റിസ്ഫാക്ഷൻ കിട്ടണമായിരിക്കും. എല്ലാവരുടെയും കാര്യം അറിഞ്ഞൂടാ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വിജയ് ഫാനാണ്. തല തൂക്കി, ധോണി തൂക്കി. സെറ്റ് പടം കേട്ടാ. ക്ലൈമാക്സ് ഒക്കെ പക്ക. ഇങ്ങനെ ഒന്നും പറയാനില്ല. വെങ്കട് പ്രഭു കട്ടൊക്കെ ചെയ്തിരിക്കണം. സെറ്റ്. പക്ഷെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്വിസ്റ്റ് ആണ് അമ്മ കൊടുത്തിരിക്കുന്നത്. സെറ്റ് പൊളി. സിനിമ കൊള്ളാം. സൂപ്പർ സിനിമ. പാട്ടല്ല, കഥ കൊള്ളാം. മനസ്സിൽ ഫുള്ളിരുന്ന് കാണണം. ഇടയ്ക്കിന്ന് കുറയും കഴിഞ്ഞാൽ തേഞ്ഞ് ഒന്നും മനസ്സിലാവൂല. ലാസ്റ്റ് ഞാൻ 5, 6, 7 വിജയ്. എവിടെ തിരിഞ്ഞാലും വിജയ്. പടം കൊള്ളാം. കിടില പടമാണ്. ഓവറോൾ കുഴപ്പമില്ല. ഭയങ്കര എക്സ്പെക്ടേഷന് വരണ്ട. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ച് ഇയേഴ്സ്, ഒരു 10 വർഷം മുന്നത്തെ സ്റ്റോറി ലൈൻ ആണ് കുറച്ച്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയോഗ്രാഫീസ്, അതുപോലെ ഡാൻസ് കൊറിയോഗ്രാഫി ആയാലും, അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ ആയാലും അതെല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. പിന്നെ പൊതുവെ അതൊരു മിക്സ്ഡ് വ്യൂ എന്തായാലും വരും. മിക്സ്ഡ് വ്യൂ വരും. വലിയ കുഴപ്പമില്ലാതെ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതുണ്ട്. പക്ഷെ സ്റ്റോറി ഡയറക്ഷൻ അത്ര പോരാ. എല്ലാം പുള്ളി തന്നെ ഏറ്റെടുത്ത് മൊത്തത്തിൽ ചെയ്തതിന്റെ ഒരു പാളിച്ച കാണുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. വൺ ടൈം വാച്ച്. മങ്കാത്ത പോലെ കൊണ്ടുവരാൻ നോക്കി, പറ്റിയില്ല. നല്ല പടം. സിനിമ കൊള്ളാം. പ്രഡിക്റ്റബിൾ ആണ്, അത്രേ ഉള്ളൂ. പോരാ പടത്തില് എന്ന് പറഞ്ഞാൽ എല്ലാരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ വിജയ് 2024 2014 14 2004 പോയിക്കൊണ്ടിരിക്കും, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പഴയ അങ്ങനെയല്ല, പഴയ ബോംബ് കഥ. പടത്തിലൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല, ബോംബ് കഥ. വെങ്കട് പ്രഭുവിന്റെ പണ്ണലായിരുന്നു, കൊള്ളാം. സഹിച്ചാൽ മതി. പിന്നെ ഒരൊറ്റ സിനിമയും കൂടി സഹിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വേറെ ഒന്നും പറയില്ല. ഒരു കാശിനും കൊള്ളൂല, ഒന്നിനും കൊള്ളൂല. പിന്നെ ഫാൻസുകാർക്ക് വേണമെങ്കിൽ കാണാം, ഫാൻസുകാർക്ക് വേണമെങ്കിൽ പോയി കാണാം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഒറ്റ സിനിമയും കൂടി സഹിച്ചാൽ മതി, എത്ര ഉള്ളു, വേറെ ഒന്നും. എന്തായാലും ഇത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെ, നമ്മൾ അറിയാലോ, പ്രത്യേകിച്ച് 4 മണിക്ക് വന്ന ഫാൻസ് കുറച്ച് നിരാശരാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ചിലര് വലിയ നിരാശയോടെ തന്നെയാണ് ഇറങ്ങി വരുന്നത്. പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു വലിയ രീതിയിൽ ഒരു പ്രത്യേകിച്ച് സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണ് വിജയുടെ. ഒരു വലിയ കംബാക്ക് വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കരുതി രക്ഷയില്ല, ഊമ്പി തിരിഞ്ഞ്, അത്രേ ഉള്ളൂ. വളരെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളും ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്ന ഫാൻസ് ഉണ്ട്. സിനിമ ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ തിയേറ്ററിലേക്ക് വന്ന്
ആരാധകരുണ്ട്. അവർക്കൊക്കെ ചെറിയൊരു നിരാശ സിനിമ വരുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ്. ചിലര് ക്യാമറ കാണുമ്പോൾ ഓടി പോകുന്നുമുണ്ട്. പക്ഷെ ഇങ്ങനൊന്നും അല്ല സാധാരണ ഒരു വിജയ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ക്യാമറയിലേക്ക് അവർ എടുത്തു വരാറുണ്ട്. അവരുടെ അഭിപ്രായം പറയാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരങ്ങനെ എടുത്തു ചാടി വരാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും അല്ല സംഭവിക്കുന്നത്. അവർ ക്യാമറ കാണുമ്പോഴേക്കും ഓടി പോകുന്നുണ്ട്. ചിലർ വളരെ മോശമായുള്ള റിവ്യൂ പറയുന്നുമുണ്ട്. ചിലരിലേക്ക് ചോദിക്കും, പടം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, എന്തൊക്കെയോ പാളിച്ചുണ്ട് സിനിമയ്ക്ക്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്പ്ലിറ്റ് കിടക്കുന്ന പടം. ഈ പ്രതീക്ഷ പോലത്തെ ഹൈപ്പ് എക്സ്പെക്ടേഷൻ ഇല്ല, ഒരിക്കലില്ല. വൺ ടൈം ഒന്ന് കണ്ടിരുന്നിട്ട് പോവാം. സെക്കൻഡ് ഹാഫ് അവിടെ ഇവിടെ കൊള്ളാവുന്ന രീതിയിൽ പോയി. ഫസ്റ്റ് ഹാഫ് ഒരു ഭാഗ്യം കൊള്ളില്ല. അത് തന്നെയാണ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഷോ ആണ്. തമിഴ്നാട്ടിലൊക്കെ ഇനി ഷോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും അതൊരു നെഗറ്റീവായിട്ട് മാറുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ചിലർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എന്നാൽ മറ്റു ചിലർ കുറച്ച് അധികം സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ചിലർ പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയുണ്ട് വിജയ് ഫാൻസിന് ട്രീറ്റ് ആയിരിക്കും. അത്ര പറയുള്ളൂ. വേറെ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെടണമെന്നില്ല. വിജയ് ഫാൻസിന് ട്രീറ്റ് ആയിരിക്കും. വിജയ് ഫാൻസിന് ഒരു ട്രീറ്റ് ആയിരിക്കും. ഫുൾ മീൽസ് ആയിരിക്കും. എല്ലാം ഉണ്ട്. വിജയ് ഫാൻസിന് എക്സ്പെക്ട് ചെയ്തത് എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും. റെഫറൻസ് ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. നമ്മൾ ബാക്കി അതിന് സ്പോയിലർ അറിയില്ല. ഹരി, ഈ പ്രേക്ഷകരൊക്കെ സൂചിപ്പിക്കുന്നതിൽ മിക്കവരും തന്നെ അതിലൊരു നിരാശ പ്രകടിപ്പിക്കുന്നത് സത്യമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന ഷോ മാത്രമല്ല, സാധാരണ തരത്തിൽ കാണുന്ന ഒരു ആവേശമോ ഈ ചെണ്ടകൊട്ടോ മേളോ ഒന്നും കാണുന്നില്ലല്ലോ തിയേറ്ററിൽ. അതെന്താണ് സംഭവിച്ചത്? എനിക്കും സത്യമായിട്ട് അറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് 4 മണിക്ക് വരുന്നതിന് മുമ്പ് വരെ വലിയൊരു ബഹളം ഉണ്ടായിരുന്നു. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ആരെയും കാണുന്നില്ല. തിയേറ്ററിൽ അങ്ങനത്തെ ചെണ്ടകൊട്ടും മേളമൊക്കെ തിയേറ്ററിൽ കയറുന്നത് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ഇറങ്ങി വരുന്ന ആളുകൾ, പ്രേക്ഷകരൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ചിലർ മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ചിത്രത്തിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് മറ്റൊരു റിവ്യൂലേക്ക് പോകാം. സിനിമ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. പുള്ളിയുടെ ലാസ്റ്റ് മറ്റേ മാനാട് മങ്കാത്തയൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിന്റെ അത്രയ്ക്കില്ല. പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും കൊടുക്കുന്ന കാശിനും വേസ്റ്റ് ആവില്ല. കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. ജസ്റ്റ് വൺ ടൈം വെറുതെ നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷെ ഓക്കെ, തന്നെയാണ് വൺ ടൈം വാച്ചബിൾ എന്നുള്ളത്. ഒരു 5-6 പേര് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായി അങ്ങനെയല്ല വരുന്നത്. പ്രത്യേകിച്ച് അത്രയും വലിയൊരു എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ പ്രവേശനം വിജയ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ചിത്രീകരിച്ചിരുന്ന ഒരു സിനിമയും കൂടിയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന ഈ സിനിമ, ദ ഗോട്ട്. പക്ഷേ അങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. നമുക്കറിയാം ഇനി വിജയ് ഇനി ഒരു ചിത്രവും കൂടിയേ അഭിനയിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഈ ചിത്രത്തിന് ഇങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ, പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു പ്രതീക്ഷയിൽ വന്ന പ്രേക്ഷകർക്കൊക്കെ നിരാശരായി മാറേണ്ടി വരുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഈ സിനിമയ്ക്ക് ഒരു വലിയ ഇനീഷ്യൽ പുഷ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു ചെറിയ ഇടിവ് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ഇവരെല്ലാവരും ആരാധകരാണ്. 4 മണിക്ക് തന്നെ ഉറക്കം കളഞ്ഞ് തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരാണ്. തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ തന്നെയുള്ള സ്ക്രീനുകളിലൊക്കെ തന്നെ അത് ഗോട്ടാണ്. പക്ഷേ ഈ ഒരു തുടക്കത്തിലെ ഈ ഒരു മിക്സഡ് റിവ്യൂ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സിനിമയെ ബാധിക്കാൻ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് വിജയ് എന്ന നടനിൽ നിന്നും മാറി അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഫെബ്രുവരി 2-ാം തീയതി അദ്ദേഹം പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്ന സമയത്ത് നിന്നുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസാകുന്ന വേളയിൽ പോലും രാഷ്ട്രീയം പ്രത്യേകിച്ച് ഈ സിനിമയിൽ എത്രമാത്രം സംസാരിക്കുമെന്നത് സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് സംവിധായകൻ വെങ്കട് പ്രഭു തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ തിയേറ്ററിലെ തന്നെ എല്ലാ സ്ക്രീനുകളിലും ഫിലിം ചെയ്യുന്നത് ഗോട്ടാണ്. പക്ഷെ ആ പ്രേക്ഷകർ നമ്മൾ
മറ്റ് സിനിമകളൊക്കെ ഒരു വലിയ ഹൈപ്പോടെ വരുന്ന സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ പലരും നെഗറ്റീവ് പറയുന്നു. ഇതിലൊക്കെ വിജയ ആരാധകരുമുണ്ട് എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതാണ്. അവർക്കൊക്കെ ഒരു നിരാശരായി മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷയില്ലെങ്കിൽ ചിത്രം ഇഷ്ടപ്പെട്ടേക്കാം എന്നും ചിലർ പറയുന്നു. ഇത് തന്നെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വ്യക്തമായ അഭിപ്രായങ്ങൾ. മറ്റു ചിലർ വളരെ ദേഷ്യത്തോടെയും നിരാശരോടെയും പ്രതികരിക്കുന്നതും കണ്ടു. അവർ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അവർക്ക് രാവിലെ വരുന്നവരാണ്, 4 മണിക്കുള്ള ഷോയ്ക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ഈ സിനിമ കാണാൻ വേണ്ടി വന്നവരാണ്. അവരവരുടെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷേ ഈ 4 മണിക്കുള്ള പ്രത്യേകിച്ച് ഈ ഫാൻ ഷോ ആണ്, ഫാൻ ഷോയിൽ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമുക്ക് അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ സിനിമയെ അവർ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതുപോലും ഇതിൽ സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ ചിത്രത്തെ അത് ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ വിജയ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഷിന്റെ ഒരു അളവ് കുറയാനൊരു സാധ്യത, പ്രത്യേകിച്ച് തിയേറ്റേഴ്സിൽ നിന്നുള്ള അളവ് കുറയാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നൽകിയിരുന്ന എക്സ്പെക്ടേഷൻസ്, പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകന്റെ ഭാഗത്തു നിന്നാവട്ടെ ഇതിൽ അഭിനയിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്നാവട്ടെ ഈ സിനിമ ഒരു വല്ലാത്ത ഒരു വലിയ വണ്ടറായി ഈ സിനിമ മാറും എന്നുള്ളത് സംബന്ധിച്ച് അവർ സൂചന. ഹരി സൂചിപ്പിച്ചതുപോലെ, ഹരി മാത്രമല്ല പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ചിലർ വളരെ മോശം റിവ്യൂ പറയുന്നു, ചിലർ ഒരുപക്ഷെ ഫാൻസ് ആയിരിക്കാം. കൊള്ളാം, വൺ ടൈം വാച്ച് എന്ന് പറയുന്നു. എന്തായാലും ഒരു എക്സ്പെക്റ്റഡ് റിവ്യൂ അല്ല എന്ന് തോന്നുന്നു. ഗോട്ടിനെ സംബന്ധിച്ച്, വിജയ് സംബന്ധിച്ച് കേരളത്തിൽ പുലർച്ചെ 4 മണിക്ക് ഷോ കാണാൻ എത്തിയവരാണ്. അവർ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഹരി തേടിയത്.